പുതിയ അധ്യയന വർഷം ജൂൺ 3 തുടങ്ങാനിരിക്കെ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സ്കൂൾ വാഹനങ്ങൾക്ക് സുരക്ഷാ പരിശോധന. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂൾ വാഹനങ്ങൾക്ക് സുരക്ഷാ പരിശോധന. സംസ്ഥാനതല പരിശോധനയുടെ ഭാഗമായി പുനലൂർ ജോയിന്റ് RTO ഓഫീസ് പരിധിയിലുള്ള സ്കൂൾ വാഹനങ്ങളും കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റു വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരാണ് പരിശോധിച്ചത്. ഈ പരിശോധനയിലൂടെ വാഹനങ്ങളിൽ എല്ലാ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടെന്ന് ഉറപ്പാക്കി. ഇതിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഡോർ ലോക്കുകൾ, ഹോൺ, വാതിലുകൾക്കും ജനലുകൾക്കും യഥാസ്ഥിതിയിലുള്ള ഗ്രില്ലുകൾ, വേഗപരിധി സൂചിപ്പിക്കുന്ന ഉപകരണം എന്നിവ ഉൾപ്പെടുന്നു. പരിശോധനയിൽ വിജയിച്ച വാഹനങ്ങളിൽ സ്റ്റിക്കറും പതിപ്പിച്ചു. മാത്രമല്ല, ഡ്രൈവർമാർക്കും ആയമാർക്കും വാഹന സുരക്ഷയെക്കുറിച്ചും കുട്ടികളുടെ യാത്ര സുഖകരമാക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസുകൾ നൽകി. ഈ ക്ലാസുകളിൽ അപകടങ്ങളും അടിയന്തര സാഹചര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടുന്നു. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കണ്ടെത്തിയ വാഹനങ്ങൾ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. വാഹനങ്ങളുടെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് ലഭ്യമാക്കുന്ന വിദ്യാവാഹൻ ആപ്ലിക്കേഷനെ കുറിച്ചും അധികൃതർ വിവരിച്ചു. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ വാഹനങ്ങളും വിദ്യാവാഹൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്നും അല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ച് സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്നും അധികൃതർ അറിയിച്ചു. പുനലൂർ പരിശോധന ഒരു ഉദാഹരണം മാത്രമാണ്. സംസ്ഥാനത്തുടനീളം ഇത്തരം പരിശോധനകൾ നടക്കുന്നുണ്ട്. കോഴിക്കോട്, വയനാട്, തൃശൂർ തുടങ്ങിയ മറ്റു ജില്ലകളിലും സമാന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംയോജിത ശ്രമങ്ങൾ കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ യാത്ര സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്.